ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 32, പേജ് നമ്പർ 518. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേപി സ്യുഃ പാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേപി യാന്തി പരാം ഗതിം. പദാനുപദം. ഹി തീർച്ചയായും, പാർത്ഥ ഹേ പാർത്ഥ, സ്ത്രീയഃ സ്ത്രീകൾ, വൈശ്യാഃ വൈശ്യന്മാർ, ശൂദ്രാഃ ശൂദ്രന്മാർ, തഥാ അപ്രകാരം, പാപയോനയഃ അപി പാപയോനികളായും, നികൃഷ്ടജന്മമെടുത്തവരായും, യേ ഏതവൻ, സ്യുഃ ഭവിക്കുമോ, തേ അപി അവർ പോലും, മാം എന്നെ, വ്യപാശ്രിത്യ ശരിയായി ആശ്രയിച്ചിട്ട്, പരാം ഗതിം പരമമായ ഗതിയെ, യാന്തി പ്രാപിക്കുന്നു. വിവർത്തനം. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി, പരമപദം പ്രാപിക്കും. ഭാവാർത്ഥം. ഭഗവത് സേവനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ ഉച്ചനീചസ്ഥിതി ബാധകമല്ലെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. ജീവിതത്തിൻ്റെ ഭൗതിക തലത്തിൽ അത്തരം വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട ഭക്തന് ആ വ്യത്യാസമുണ്ടാവില്ല. എല്ലാവരും പരമപദപ്രാപ്തിക്കർഹരാണ്. ശുദ്ധഭക്തനുമായുള്ള സമ്പർക്കം സ്വപചന്മാരായ ചണ്ഡാലന്മാരെ പോലും വിശുദ്ധീകരിക്കുമെന്നാണ് ഭാഗവത വചനം. ഭാഗവതം 2:4-18. മനുഷ്യർക്കിടയിൽ അധമോത്തമ ഭേദം ഇല്ലാതാക്കാൻ മാത്രം കരുത്തുറ്റതാണ് ഭഗവത് സേവനത്തിൻ്റെയും ഒരു പരമഭക്തനിൽ നിന്നുള്ള മാർഗനിർദ്ദേശത്തിൻ്റെയും പ്രഭാവം. ആർക്കും ഇത് സ്വീകരിക്കാം. ശുദ്ധഭക്തനെ ആശ്രയിക്കുന്ന ഒരു പാമരൻ പോലും അദ്ദേഹത്തിൻ്റെ സമുചിത നിർദ്ദേശങ്ങൾക്കു വഴങ്ങി വിശുദ്ധനായി തീരും. പ്രകൃതിയുടെ 3 ഗുണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ജനങ്ങളെ വിഭജിച്ചിട്ടുള്ളത്. സാത്വിക ഗുണം ഏറിയവരെ ബ്രാഹ്മണരായും, രജോ ഗുണം കൂടുതലുള്ളവരെ ക്ഷത്രിയർ അഥവാ ഭരണകർത്താക്കളായും,
രജസ്തമോ ഗുണങ്ങൾ ഇടകലർന്നവരെ വൈശ്യർ അഥവാ വ്യാപാരികളായും തമോ ഗുണക്കാരെ ശൂദ്രരായും കരുതിപ്പോരുന്നു. ഈ 4 കൂട്ടരേക്കാൾ താഴ്ന്ന നിലയിലുള്ളവരത്രേ ചണ്ഡാളന്മാർ. ഇവരെ പാപയോനികൾ, പാപികളുടെ കുലത്തിൽ ജനിച്ചവർ എന്നു വിളിക്കുന്നു. സാധാരണയായി ഈ ചണ്ഡാളന്മാരുമായുള്ള സമ്പർക്കം ഉയർന്ന വർഗങ്ങളിൽപ്പെട്ടവർക്ക് നിഷിദ്ധമാണ്. എങ്കിലും ഭഗവാന്റെ ഒരു ശുദ്ധഭക്തന് എത്രയും താഴ്ന്ന കുലത്തിൽ പിറന്നവരെയും ജീവിത സമുത്കർഷത്തിലേക്കെത്തിക്കാൻ കഴിയും. അത്ര മഹത്താണ് ഭഗവത് സേവനത്തിൻ്റെ പ്രഭാവം. കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നതുകൊണ്ടേ അത് സാധ്യമാവുകയുള്ളൂ. പൂർണ്ണമായ ശരണാഗതിയെയാണ് വ്യപാശ്രിത്യ എന്ന പദം കുറിക്കുന്നത്. ആ നിലയിൽ ഭക്തന്മാർ ജ്ഞാനികളെക്കാൾ ഉത്കൃഷ്ടരാകുന്നു, യോഗികളെയും അതിശയിക്കുന്നു. ഹരേ കൃഷ്ണ.